CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിന് RSS ബന്ധമെന്ന PV അൻവർ MLAയുടെ ആരോപണം പുച്ഛത്തോടെ തള്ളുന്നുവെന്ന EN മോഹൻദാസ്. CPMനെ മുസ്ലിം വിരുദ്ധമാക്കി ചിത്രീകരിച്ച സമുദായത്തെ എതിരാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അൻവർ വലതുപക്ഷത്തിന്റെ തടവറയിലാണെന്നും EN മോഹൻദാസ് പറഞ്ഞു. മലപ്പുറത്തുകാർക്ക് EN മോഹൻദാസിനെ അറിയാം. മുസ്ലിം ലീഗുകാർ പോലും തന്നെ വർഗീയവാദിയാണെന്ന് ഇതുവരെ ആക്ഷേപിച്ചിട്ടില്ല. അൻവറിന്റെ ആരോപണം കണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ പോലും വിളിച്ചു സംസാരിച്ചു. ഇങ്ങനെ തരം താഴരുത്, EN മോഹൻദാസ് പറഞ്ഞു. EN മോഹൻദാസിനെ അറിയാത്തവരല്ലല്ലോ മലപ്പുറം ജില്ലയിലുള്ളത്. ആദ്യം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം ഞാൻ RSS ആണ്, വർഗീയവാദിയാണ്, മുസ്ലിം വിരുദ്ധനാണ്. ഏതെങ്കിലും മതവിശ്വാസി അദ്ദേഹമല്ലാതെ മറ്റാരെങ്കിലും പറയുമോ? ഏതെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളാണെങ്കിൽ പോലും ഏതെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നേതാവോ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനോ EN മോഹൻദാസിനെതിരെ ഞാൻ RSS ആണ്, ഞാൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് ആക്ഷേപിക്കുമോ? ആക്ഷേപിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ പ്രവർത്തകന്മാർ, ലീഗിൻ്റെ പ്രവർത്തകന്മാർ എന്തെങ്കിലും വിരോധം വെച്ചിട്ട് ഇങ്ങനെ തരം താഴുന്നത് ഒരു ശരിയാണോ? പാർട്ടിയെ മുസ്ലിം വിരുദ്ധമാക്കി ചിത്രീകരിച്ച് സമുദായത്തെ അകറ്റാനുള്ള ശ്രമമാണ് അൻവർ നടത്തുന്നത്. വലതുപക്ഷത്തിന്റെ തടവറയിലാണ് അൻവർ. ഇത് CPM ജില്ലാ സെക്രട്ടറിക്കെതിരായി വ്യക്തിപരമായൊരു കടന്നാക്രമണമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ്. ശ്രീമാൻ അൻവർ ഇപ്പോൾ സ്വീകരിച്ച പുതിയ രാഷ്ട്രീയ നിലപാടാണ് അത്. പുതിയ പ്രചരണം കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു, മുസ്ലിം വേട്ട നടത്തുന്നു. അപ്പോൾ ഈ RSS ആയി എന്നെ ചിത്രീകരിക്കുന്നതിൻ്റെ പിന്നിൽ ശ്രീമാൻ അൻവറുടെ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് വലതുപക്ഷത്തിൻ്റെ തടവറയിലായി അദ്ദേഹം സ്വീകരിച്ച പുതിയ രാഷ്ട്രീയ നിലപാട് ആണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ പ്രതിഫലിക്കുന്നത്. അൻവർ MLA-യായ ആദ്യ 5 വർഷം സമ്പൂർണ്ണ പരാജയമായിരുന്നു. വല്ലപ്പോഴുമാണ് മണ്ഡലത്തിലെത്തുന്നത്. ബാക്കി സമയം വിദേശങ്ങളിൽ. നിലമ്പൂരിന്റെ പിന്നാക്കാവസ്ഥയ്ക്ക് കാരണം അൻവറാണെന്നും ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.